നമസ്കാരം. തൊടുപുഴ അരുവിക്കുത്ത് വെള്ളച്ചാട്ടത്തിൽ മരണപ്പെട്ട ആ രണ്ട് സുഹൃത്തുക്കളുടെ ആ ഒരു വാർത്തയാണ് കേരളം ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു ബന്ധം ഉണ്ടായത് എന്നതിനെ കുറിച്ച് ഞാൻ വിശദമായി ഒരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നു. പക്ഷെ അതിന് തമ്പനയിൽ മാത്രം നോക്കിക്കൊണ്ട് പലരും കമന്റ് ഇടുന്നത് കൊണ്ട് ഞാനത് മാറ്റി. അതിന് ഒന്നുകൂടി വ്യക്തത വരുത്തണം എന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ കാണുക, എന്നാലാണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. ആ വീഡിയോ ഞാനിവിടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് മുകളിൽ. അപ്പൊ ഞാൻ പറയുന്നത് ഈ കുട്ടികൾ മോശമാണെന്നല്ല. എന്റെ ആ വീഡിയോയിൽ ഈ രണ്ട് കുട്ടികളും മോശമാണ് എന്ന് എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല. അവർ അബദ്ധമായി പെരുമാറിയെന്നോ അല്ലെങ്കിൽ അബദ്ധ ബന്ധങ്ങൾ ഉണ്ടാക്കിയെന്നോ മറ്റേതെങ്കിലും മോശം രീതികളിൽ പോയെന്നോ മയക്കുമരുന്നിനോ മറ്റോ അടിമയായെന്നോ ഇനി അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ ആരെങ്കിലും ചതിച്ചോ എന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല, പറയുകയുമില്ല. കാരണം ഞാൻ പറഞ്ഞത് ലോയലിസ്റ്റ് എന്നാണ്. ലോയലിസ്റ്റ് എന്താണ് അതിന്റെ അർത്ഥം? വിശ്വസ്തരെന്നാണ് അതിന്റെ അർത്ഥം. വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണ്. അവരെ വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണ്. അവരെയാണ് നമ്മൾ ഈ സ്റ്റാഫുകളായിട്ട്, പേഴ്സണൽ സ്റ്റാഫുകളായിട്ടൊക്കെ വെക്കേണ്ടത്. വിശ്വസിക്കാം. കൊന്നു കളഞ്ഞാലും അവരവരെ കംഫർട്ട് സോൺ വിട്ട് വേറെ എങ്ങോട്ടും പോകില്ല. നമ്മളെ കംഫർട്ട് സോൺ ഒരുക്കി കൊടുത്താൽ നമ്മൾ കൂടെ നിന്നോളും. ഒരിക്കലും ചതിക്കാൻ കഴിയില്ല. സത്യസന്ധരാണ്. ആ വിഭാഗത്തിലുള്ള കുട്ടികളെ വേണ്ട വിധം തിരിച്ചറിഞ്ഞ് കൈകാര്യം ചെയ്തില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ആ കുട്ടികളെ കുറിച്ച് ഒരു കാരണവശാലും മോശം വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. സത്യത്തിൽ മാതാപിതാക്കൾ അവരെ തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട്, അതുകൊണ്ടാണ് ഈ അപകടം സംഭവിച്ചു പോയത്. അതായത് അത്തരത്തിലൊരു ബന്ധമുണ്ടായത് വീട്ടിൽ പറയാതിരുന്നത്, മറ്റുള്ളവർ അറിയാതിരുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. അതല്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു യാത്ര യാത്രയക്കാൻ പോകുമ്പോൾ എന്നെ ഇന്ന ആൾ എന്റെ കൂടെ വരുന്നുണ്ട്, എന്നെ യാത്രയക്കാൻ വരുന്നുണ്ട് എന്ന് വീട്ടിലേക്ക് വിളിച്ചു പറയും. ഇത്തരത്തിൽ നടന്നു പോരുന്ന സമയത്ത് ഈ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ ഇറങ്ങുന്നു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഞങ്ങള് ഇവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് എന്നതും വിളിച്ചു പറയും. അത് പറയാൻ തക്കോളം ഒരു ബന്ധം കംഫർട്ട് സോൺ വീട്ടിലാണെങ്കിൽ അതുണ്ടാകും. ഇവിടെ ആ സോൺ ആ സുഹൃത്തിലായിപ്പോയി, അവര് തമ്മിലായിപ്പോയി. അതുകൊണ്ട് ഈ വിവരം മറ്റാരും അറിഞ്ഞില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മുടെ മക്കളുടെ ബന്ധങ്ങൾ നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ അവരുമായി നമ്മുടെ റിലേഷൻഷിപ്പ് ഉണ്ടാക്കണമെന്ന് പറയുന്നത്. ദാറ്റ് ഇസ് പാരന്റിങ്. എന്റെ മുമ്പുള്ള വീഡിയോകളിൽ, നേരത്തെയുള്ള വീഡിയോകളിൽ ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, മാതാപിതാക്കൾ ചെയ്യുന്നതെല്ലാം കുട്ടികൾ കണ്ടു വളരണമെന്ന്. മാതാവ് പിതാവിനെ ചുംബിക്കുന്നതും തിരിച്ചു ചുംബിക്കുന്നതും ഒക്കെ അത് സെൻഷ്വാലിറ്റിയിലോ സെക്സിലോ ചുംബിക്കുന്നതിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. അവരുടെ സ്നേഹബന്ധം, ആ ഊഷ്മളത, ആ സമയത്ത് ആ മക്കളുടെ കവളത്ത് കൂടി ഒരു ഉമ്മ കൊടുക്കുമ്പോഴും തിരിച്ചു വാങ്ങുമ്പോഴും ഒക്കെയുള്ള ആ ഒരു ബന്ധമുണ്ടല്ലോ, ആ ബന്ധത്തിൽ, ആ ഒരു ഹൃദയബന്ധത്തിൽ വളർന്നു വരണം. രണ്ടുപേരും കൂടെ ഒന്ന് ചേർത്ത് പിടിക്കുന്നത്, അതൊക്കെ അവർ കണ്ടു തന്നെ വളരണം. അതല്ലാതെ അങ്ങനെ സ്നേഹിക്കുന്നത് മഹാപാപമാണ്, എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്നത് മഹാപാപമാണ്, ആണും പെണ്ണും തമ്മിൽ സംസാരിക്കുന്നത് മഹാപാപമാണ് എന്നൊക്കെ ചിന്തിച്ചാൽ എന്ത് ചെയ്യും? ചിലരുടെ കമന്റുകളും ചിലരുടെ ഫോൺ കോളുകളും കേൾക്കുമ്പോൾ നമുക്ക് തോന്നും നമുക്ക് കുട്ടികളില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയത്. അല്ല, നമുക്ക് കുട്ടികളുള്ളത് കൊണ്ടും നമ്മുടെ കുട്ടികളെ ആ രീതിയിൽ ഒരുക്കുന്നത് കൊണ്ടും അത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നതേ ഉള്ളൂ. ഒരല്പം നീരസവും കുറച്ച് വിഷമവും ചേർത്ത് ഞാനിങ്ങനെ സംസാരിക്കുന്നു. കാരണം ആ രണ്ട് കുട്ടികൾ ലോകത്തിന്റെ പ്രതീക്ഷയാണ്, ആ രണ്ട് കുടുംബങ്ങളുടെ പ്രതീക്ഷയായിരുന്നു. എവിടേക്കോ എത്തിച്ചേരേണ്ടവർ. അവരാണ് അകാലത്തിൽ പൊലിഞ്ഞു പോയത്. അത് സ്വാഭാവികമായി സങ്കടം ഉണ്ടാവും. ആ സങ്കടം, ഇനി ഒരു സങ്കടം ഉണ്ടാകാതിരിക്കാൻ ഞാൻ എന്റേതായ ഭാഷയിൽ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പറയണ്ടേ? അത് യഥാസമയം തന്നെ പറയണ്ടേ? ചൂടാറിയിട്ടാണോ പറയേണ്ടത്? ചൂടാറിയിട്ട് പറഞ്ഞിട്ടുള്ളതൊന്നും എവിടെയും കേട്ടിട്ടില്ല. എത്ര കൊല്ലം കൊണ്ട് ഞാൻ പറയുന്നു? 2004 മുതൽ പറയുന്നു, 2014 മുതൽ ഉറപ്പിച്ചു പറയുന്നു. 2024 20 വർഷമായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും ആരും കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആരുടെ കുറ്റമാണ്? ഞാൻ എന്നെ പൊക്കി തള്ളി പറയുന്നതല്ല. പേഴ്സണാലിറ്റി അനാലിസിസിന്റെ ആ വിഭാഗം കൈകാര്യം ചെയ്യുന്ന അധികം ആൾക്കാരില്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞതാ. എന്റെ ലൈവ് വീഡിയോകൾ ശ്രദ്ധിച്ചു നോക്കൂ. ലൈവ് വീഡിയോകൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാതെ കടന്നു പോകാറില്ല ഒരൊറ്റ ലൈവിലും. അതുകൊണ്ട് ഇത്തരത്തിൽ കുട്ടികളെ സ്കൂൾ കൗൺസിലിങ്ങിന് നമ്മൾ പോകുന്ന സമയത്ത് അത്തരം കുട്ടികളെ തെരഞ്ഞു പിടിച്ച് കണ്ടെത്തി അവരുടെ രക്ഷിതാക്കളോട് നിങ്ങളുടെ കുട്ടിയെ ഈ രീതിയിൽ അവരെ കെയർ ചെയ്യണം, പെരുമാറണം എന്ന് പറയാതെ, ഇന്ന രീതിയിൽ കൈകാര്യം ചെയ്യണം എന്ന് പറയാതെ ഞാൻ പോന്നിട്ടില്ല. അതെന്റെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം എന്റെ യൂട്യൂബ് ചാനലിൽ കൂടി ഞാൻ ചെയ്യുന്നു. അതിലെന്താണ് തെറ്റ്? പിന്നെ തമ്പലൈൻ, അത് മനോവിഷമം കൂടിക്കഴിഞ്ഞാൽ അല്പം കൊള്ളുന്ന വിധത്തിൽ തന്നെ കൊടുക്കും. ഏതായാലും അത് ചിലർക്ക് പ്രയാസമുണ്ടാക്കി എന്നത് കൊണ്ട് ഞാൻ ഒരല്പം മാറ്റം വരുത്തിയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ആ വിഷയത്തിന്റെ കാഠിന്യം കുറയുന്നില്ല. ലോയലിസ്റ്റ് മക്കൾ, അത് മക്കളാണ്, കുട്ടികൾ. അവരെ നമ്മൾ സ്നേഹിച്ചില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ചേർത്ത് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ അറിയില്ല എന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ വന്നാലും വന്നില്ലെങ്കിലും, ഈ കുട്ടികൾ മരിച്ച വിവരം അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും വീണ്ടും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നറിയണ്ടേ? അതാണല്ലോ ചർച്ച ചെയ്യേണ്ടത്. സംഭവിച്ചതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിച്ച് ഇങ്ങനെ മൂഡ് ഓഫ് ആയി ഇരിക്കുകയാണ് വേണ്ടത്. അത് പോരാ. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? വാട്ട് ഈസ് നെക്സ്റ്റ്? അത് വേണ്ടേ? അത് ഉത്തരവാദിത്തമുള്ളവർ പറയണ്ടേ? എനിക്ക് ആ ഉത്തരവാദിത്തമുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെ ആ രണ്ട് കുട്ടികളും അവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ്.
അവർ ബസ്സിൽ പോകേണ്ട സ്ഥാനത്ത് അവർ പറഞ്ഞ് 2-3 കിലോമീറ്റർ ദൂരം നടക്കാൻ തീരുമാനിച്ചു. അവർ നടന്നപ്പോൾ ഇടയ്ക്കൊന്ന് കുളിക്കാൻ തീരുമാനിച്ചു. ഒന്ന് ഇറങ്ങി, ഒരു എൻജോയ്മെന്റ്. അവരിറങ്ങി, അവരുടെ ആ വസ്ത്രങ്ങൾ മാറ്റിവെച്ച് അവരുടെ കുളിക്കാനുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അവർ കുളിക്കാൻ ഇറങ്ങി. ആരെങ്കിലും ഒരാൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടാവും. പരിചയമില്ലാത്ത സ്ഥലമാണ്. അത്തരത്തിൽ പരിചയമില്ലാത്ത സ്ഥലത്ത് കുളിക്കാൻ ഇറങ്ങരുത്. നമ്മൾ എപ്പോഴും പറയുന്നതാണ്. മറ്റുള്ളവരുണ്ടെങ്കിൽ മാത്രമേ ഇറങ്ങാവൂ. ഒരുപക്ഷെ അപകടത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മളെ പിടിച്ചു കയറ്റാൻ ആള് വേണം. എത്ര ശാന്തമാണെന്ന് തോന്നിയാലും വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ നമ്മുടെ നില തെറ്റും. പിന്നെ എന്താണ് സംഭവിക്കുന്നത് അറിയാൻ കഴിയില്ല. ആകെ വെപ്രാളമായിരിക്കും. സ്വാഭാവികമായും ഒരാൾ അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത ആളും എടുത്തു ചാടും. അവരും അപകടത്തിൽപ്പെടും. രണ്ടുപേരും മരണപ്പെടും. ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചത്. ഒരാളെ രക്ഷപ്പെടുത്താനുള്ള വ്യഗ്രതയിൽ മറ്റേയാളും അപകടത്തിൽപ്പെട്ടു, 2 മരണപ്പെട്ടു. നഷ്ടം 2 വീട്ടുകാർക്ക്, 2 കുടുംബങ്ങൾക്ക്. പക്ഷെ എന്തുകൊണ്ട് ഇത് സംഭവിക്കും? എന്തുകൊണ്ട് ഇവര് എങ്ങനെ ഇറങ്ങിപ്പോയി? എന്തുകൊണ്ട് ഇത് ആരും അറിയാതെ പോയി? എന്റെ ചോദ്യം അതാണ്. എന്തുകൊണ്ട് ഇത് ആരും അറിയാതെ പോയി? എന്തുകൊണ്ട് 2 വീടുകളിലും വിവരം അറിഞ്ഞില്ല? ആ പെൺകുട്ടിയുടെ വീട്ടിൽ എന്തുകൊണ്ട് വിവരം അറിഞ്ഞില്ല? അതാണ് ഞാൻ പറയുന്നത്. ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ലോയലിസ്റ്റ് ആയതുകൊണ്ട് വീട്ടിൽ വിളിച്ചു പറഞ്ഞല്ലോ, ഒരു ആൺകുട്ടിയോടൊപ്പം താനിതാ നടന്നു പോകുന്നു, മറ്റൊരു സ്ഥലത്ത് ഇറങ്ങി കുളിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വീട്ടുകാരുടെ മനോഭാവം എന്താണെന്ന് നിങ്ങൾ സങ്കല്പിച്ചു നോക്കൂ. അപ്പോൾ അത്തരത്തിൽ ഒരു കുട്ടിയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് പ്രശ്നമില്ല, ഒരു വിഷയമേ ഉണ്ടാവില്ല. അത്തരത്തിൽ ബന്ധങ്ങൾ ഉണ്ടാവും, നല്ല ഹൃദയബന്ധങ്ങൾ ഉണ്ടാവുമെന്നും അത് നോക്കേണ്ട ഒരു ആവശ്യം ഇല്ല എന്നും അവർ മനസ്സിലാക്കും. അതിനവർ സപ്പോർട്ട് കൊടുക്കും. അവരെ രണ്ടുപേരെയും ചേർത്ത് പിടിക്കും. ഒരു വിഷയവുമില്ല. അപ്പൊ അത്തരത്തിൽ സുരക്ഷിതമായി അവരെ സഞ്ചരിക്കാനും സുരക്ഷിതമായി അവരെ ജീവിക്കാനും സുരക്ഷിതമായി പഠിക്കാനും സുരക്ഷിതമായി അവർ കുടുംബ അന്തരീക്ഷവുമായി ചേർന്ന് നിൽക്കാനും ഒക്കെ പഠിപ്പിക്കുകയാണ് വേണ്ടത്. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേണ്ടേ? ഞാൻ എന്റെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു പലരും എന്നെ പൊങ്കാലയിടാൻ സാധ്യതയുണ്ട് എന്ന്. എന്റെ മക്കളുടെ കാര്യം ഞാനല്ലേ അറിയേണ്ടത്? അവർക്ക് കംഫർട്ട് സോൺ ഒരുക്കി കൊടുക്കേണ്ടത് ഞാനല്ലേ? എന്റെ മകളുടെ കംഫർട്ട് സോൺ മറ്റൊരാൾ ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ടാണ് കാര്യങ്ങൾ പറയുന്നെങ്കിൽ, അവരിലേക്കാണ് ചായുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ മറ്റൊരാളെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നത് വരെ നമ്മൾ അവർക്ക് കംഫർട്ട് സോൺ ആയിരിക്കണം. അത് കഴിഞ്ഞാൽ അവിടെ കൃത്യമായി എഡ്യൂക്കേറ്റ് ചെയ്യണം. ഇനി അയാളാണ്, അയാൾക്കും പറഞ്ഞു കൊടുക്കണം. അതാണ് പ്രീമാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. പിന്നെ എന്ത് ഒലക്കൊക്കെയാണ് ഇത് ഉച്ചേക്കുന്നത്? പ്രീമാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ വെറുതെ കുത്തിയിരുന്ന് എന്തൊക്കെയോ കുറെ കാര്യങ്ങളും കുറെ സെൻസുവാലിറ്റിയും സെക്സും പഠിപ്പിച്ചു കൊടുക്കുന്നതല്ല പ്രീമാരിറ്റൽ കൗൺസിലിംഗ്. അവർ തമ്മിൽ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് 2 വ്യക്തിത്വങ്ങളെയും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് കാലാകാലവും ഒരുമിച്ച് ജീവിക്കാനുള്ളതാണ് പ്രീമാരിറ്റൽ കൗൺസിലിംഗ്. അതാണ് കൊടുക്കേണ്ടത്. 8ാം ക്ലാസ് മുതൽ കൊടുക്കേണ്ടതാണ് ഇതൊക്കെ. പക്ഷെ 8ാം ക്ലാസ് മുതൽ കിട്ടുന്നില്ല, 10ാം ക്ലാസ്സിൽ കിട്ടുന്നില്ല, +2 കിട്ടുന്നില്ല, കോളേജിലും കിട്ടുന്നില്ല. പിന്നെ എവിടെ നിന്നാ അത് കിട്ടേ? ആരെങ്കിലും കൊടുക്കണ്ടേ? അപ്പൊ അത് കിട്ടാത്തത് കൊണ്ട് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് അത് അറിയില്ല എന്നുണ്ടെങ്കിലും മക്കളുടെ കൂട്ടുകെട്ട് തങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ, മറ്റുള്ളവരാണ് അവൾക്ക് പ്രിയപ്പെട്ടത്, തങ്ങളെക്കാൾ പ്രിയപ്പെട്ടത് മറ്റുള്ളവരാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ സമയത്ത് മനസ്സിലാക്കണം അവരെ ലോയലിസ്റ്റ് മെന്റാലിറ്റിയാണ് അതാണ് കൂടുതൽ നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുമായിട്ട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ ആ ബന്ധം വിട്ടിട്ട് ഈ ബന്ധമായിരിക്കും കൂടുതൽ. ആ ഒരു തിരുത്തലൂടെ രക്ഷിതാക്കൾ തിരുത്തിയിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതവരുടെ അറിവില്ലായ്മയാണ്. പക്ഷെ മറ്റു രക്ഷിതാക്കൾ അറിയണ്ടേ? ഇവർ 2 പേരും മാത്രമല്ലല്ലോ ഇവിടെ കുട്ടികൾ എന്ന് പറയുന്നത്. ലക്ഷക്കണക്കിന് കുട്ടികൾ കേരളത്തിലില്ലേ? അവരുടെ ജീവനും പ്രധാനപ്പെട്ടതല്ലേ? അവരുടെ രക്ഷിതാക്കൾ ഇത് അറിയണ്ടേ? അവരുടെ മക്കൾ ഇതുപോലെ അവരിൽ നിന്ന് ഒരല്പം മാറി മറ്റുള്ളവരിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവരുടെ സൗഹൃദം കാംക്ഷിച്ച് അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ എന്തോ ഒരു വിഷയമുണ്ടെന്ന് മനസ്സിലാക്കണം. ചിലപ്പോൾ മാതാപിതാക്കൾ തമ്മിൽ തെറ്റുന്നുണ്ടാകാം, മറ്റു വിഷയങ്ങൾ ഉണ്ടാകാം, പലതും ഉണ്ടാകാം. അത്തരത്തിലുള്ള കേസുകളല്ല ഞാൻ പറയുന്നത്. നല്ല കുടുംബ ബന്ധങ്ങളിൽ ഉള്ളവരാണ്. അത്തരത്തിലുള്ള കേസുകൾ ഈ പറയുന്ന കാറ്റഗറി കുട്ടികളാണെങ്കിൽ എന്തായാലും പോകും, ആര് പിടിച്ചെത്തിട്ട് കാര്യമില്ല. പക്ഷെ ഈ ഹൃദയബന്ധങ്ങൾ ഉള്ള കുടുംബത്തിലും ആ കുട്ടിയുടെ മനസ്സറിഞ്ഞുകൊണ്ട് അതാണായാലും പെണ്ണായാലും അത് അറിഞ്ഞു പെരുമാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ നഷ്ടപ്പെടും. ഇനി ആർക്കും അത്തരത്തിലൊരു നഷ്ടം സംഭവിക്കരുത്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അല്ലാതെ അവരാരും എന്റെ ശത്രുക്കളല്ല, ഇനി വരുന്ന ആരും തന്നെ എന്റെ ശത്രുക്കളല്ല. ഈ നഷ്ടപ്പെട്ട കുട്ടികളെ കുറിച്ച് എനിക്ക് വിഷമമുണ്ട്. കാരണം അവർ നാളെയുടെ പ്രതീക്ഷകളായിരുന്നു. ആ വീട്ടുകാരുടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. പക്ഷെ പറയേണ്ട സമയത്ത് തന്നെയല്ലേ പറയേണ്ടത്? എപ്പോഴെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? 4 ദിവസം കഴിഞ്ഞ് ഇതിന്റെ ചൂടാറിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ഈ വീഡിയോ കാണുമെന്ന് തോന്നുന്നുണ്ടോ? അവർ കാണുന്നത് അടുത്തൊരു ദുരന്തത്തിലായിരിക്കും. ഓരോ ദുരന്തം കഴിയും തോറും നമ്മൾ പുതിയ പാഠങ്ങൾ കൊണ്ടുവരും. ആ ദുരന്തങ്ങൾ എങ്ങനെ ഉണ്ടാക്കാതിരിക്കാം, ആ ദുരന്തങ്ങൾ എങ്ങനെ അതിജീവിക്കാം എന്നതിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. Different angles. Don't forget to subscribe and support this channel.